ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ബേസ് വേരിയൻ്റാണ് ഞാൻ അങ്ങോട്ട് ഇടുക എന്നൊക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നത് മാരുതി സുസുക്കി ബൊലേനോൻ്റെ ബേസ് വേരിയൻറ്റുമായിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കിടക്കാം. ഒരു ഓൺ റോഡ് പ്രൈസ് അനുസരിച്ചൊരു 7,10,000 മുതൽ ഒരു 50,000 30,000 വരെയൊക്കെയാണ് എൻ്റെ ഏകദേശം റേറ്റ്. കൃത്യമായിട്ടുള്ള റേറ്റ് കിട്ടിയില്ല. ഒരു 7,10,000 മുതൽ 40,000 ഉള്ളിലാണ് ഇതിൻ്റെ ബേസ് വേരിയൻറ്റ് പ്രൈസ്. CNG വരുന്നുണ്ടെന്നാണ് എൻ്റെ അറിവ്. ഏതാണ്ട് ഞാൻ പറഞ്ഞല്ലോ 1,00,000-ഒക്കെ ഡിഫറൻസ് ഉണ്ടാവും CNG നമ്മൾ അഡീഷണൽ വാങ്ങുമ്പം. അപ്പോൾ ഏതാണ്ട് നിങ്ങളൊന്ന് കാൽക്കുലേഷൻ നോക്കിയാൽ മതി. പിന്നെ ഓഫർ കാര്യങ്ങളൊക്കെ ഇല്ല ഗൈസ്, കാരണം അതൊക്കെ ഞാൻ ഷോറൂം പോയിട്ടില്ല, ഞാൻ ഫോട്ടോ വെച്ചിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്രണ്ട് ലുക്ക് തന്നെ വരാം. അത്യാവശ്യം വലിപ്പമുള്ള ഗ്ലാസ് ഏരിയ ആണ്. പിന്നെ വൈപ്പറൊക്കെ ഒതുക്കി തന്നെയാണ് ഡിസൈൻ ചെയ്തത്. പിന്നെ വൈപ്പർ നോസിൽ അതും അതിൻ്റെ ഉള്ളിൽ തന്നെയാണ്, ബോണറ്റിൻ്റെ വൈപ്പറിൻ്റെ ഉള്ളിൽ തന്നെയാണ്. പിന്നെ അത്യാവശ്യം ക്യാരക്ടർ ലൈൻസുള്ള ബോണറ്റാണ്. സുസുക്കിൻ്റെ ബാഡ്ജിങ് വരുന്നുണ്ട്. പിന്നെ ഫുൾ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് ഗ്രില്ല് വരിക. നമുക്ക് സെക്കൻഡ് വേരിയൻറ്റിലേക്ക് പോകുമ്പം ആ ഒരു യു ഷേപ്പ് പോലെ നിൽക്കുന്നത് നമുക്ക് സിൽവർ ഫിനിഷിലേക്ക് ആവുകയൊക്കെ ചെയ്യും. ഫുൾ ഓപ്ഷനിലേക്ക് സെക്കൻഡ് വേരിയൻറ്റ് മുതൽ തന്നെ. ഫോഗ് ലാമ്പ് ഇല്ല. ഇനി ഹെഡ് ലാമ്പ്സിൻ്റെ കേസ് വരുമ്പോൾ ഹെഡ് ലാമ്പ്സ് ക്ലിയർ ആണോ എന്ന് അറിഞ്ഞുകൂടാ. ഇതാണ് ഹെഡ് ലാമ്പ്സിൻ്റെ കേസ് വരുമ്പോൾ ഒരു പ്രൊജക്റ്റഡ് ടൈപ്പ് ഹെഡ് ലാമ്പ്സ് ആണ് വരിക, പക്ഷേ ആലജനാണ്. അവിടെ നമുക്ക് ഹൈ ബീമും ലോ ബീമും അതിൻ്റെ ഉള്ളിലാണ്. പിന്നെ ഈ എല്ല് പോലെ നിൽക്കുന്നത് അത് സിൽവർ ഫിനിഷാണ്. നമുക്ക് ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ അവിടെ ക്യൂബ് ടൈപ്പ് LED ലൈറ്റ്സ് ഒക്കെ വരും. പിന്നെ ടോപ്പ് എൻഡിൽ LED പ്രൊജക്റ്റഡ് ടൈപ്പ് ഹെഡ് ലാമ്പ്സ് വരും. ഇതിപ്പോൾ ആലജനാണ്. പിന്നെ സൈഡിൽ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത് ഓക്കെ ഫോഗ് ലാമ്പ് വരുന്നില്ല, ഒക്കെ ടോപ്പ് എൻഡിൽ മാത്രമേ കിട്ടൂ. ഓക്കെ, സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഫെൻഡറിലാണ് ഇൻഡിക്കേറ്റർ. പിന്നെ മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ് ഡോർ ഹാൻഡിൽസും പിന്നെ മിററും. നിങ്ങൾക്ക് മനസ്സിലാവില്ല കാരണം ഇതിപ്പോൾ ഒരു ബ്ലൂ കളറിലാണ്. അപ്പം ഡോർ ഹാൻഡിൽസും ഈ മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ്. പിന്നെ മിററും പിന്നെ ഫെൻഡറിലാണ് ഇൻഡിക്കേറ്റർ. സെയിം 16 ഇഞ്ച് സൈസാണ് ടയർ, പക്ഷേ നമുക്ക് വരുന്നത് സിൽവർ കളറുള്ള ഒരു ഡ്രം ഫിനിഷാണ്. പിന്നെ A പില്ലറും B പില്ലറും ബോഡി കളറാണ്, C പില്ലറും ബോഡി കളറാണ്. പിന്നെ ചെറിയൊരു ക്വാർട്ടർ ഗ്ലാസ് ഏരിയ വരുന്നുണ്ട്. ഇതൊക്കെയാണ് സൈഡിൽ. ഇതാണ് ബാക്ക് പോർഷൻ. നമുക്ക് ആൻറ്റിന വരുന്നുണ്ട്, കാണുന്നുണ്ടോ അറിയില്ല, ആൻറ്റിന ഉണ്ട്. പിന്നെ ഒരു കമ്പനി സ്പോയിലർ വരുന്നുണ്ട്. സ്റ്റോപ്പ് ലാമ്പ് അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഡിഫോഗറുള്ള ഗ്ലാസ്സാണ്. സുസുക്കിൻ്റെ ബാഡ്ജിങ് ബൊലേനോ ബാഡ്ജിങ്. പിന്നെ ഫുൾ LED ഹെഡ് ലാമ്പ്സ് അല്ല, ക്യൂബ് ടൈപ്പ് LEDയും പിന്നെ ബ്രേക്ക് ലൈറ്റും പിന്നെ ഹാലജനാണ് ഇൻഡിക്കേറ്ററും റിവേഴ്സ് ലൈറ്റും. താഴെ വരുമ്പോൾ റിഫ്ലക്റ്റർ വരുന്നുണ്ട്, പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട്. റിവേഴ്സ് ക്യാമറ ഇല്ല. ബൂട്ട് സ്പേസ് ഒക്കെ നമ്മൾ അവസാനം കൊടുക്കും. ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റിയും എൻജിൻ CC ഒക്കെ നമ്മൾ അവസാനം കൊടുക്കുന്നുണ്ട്. ഞാൻ ഏകദേശം കാണിച്ചെന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്ത് സെയിം ഇഞ്ച് സ്പെയർ ടയറും വരുന്നുണ്ട്. ഇത് കാണിച്ചെന്നുള്ളൂ. പാൾസർ ട്രേ നമുക്ക് വരുന്നില്ല. ഇതാണ് ബാക്ക് ഡോറ്, ഒരു ബ്ലൂഷ് ആൻഡ് ബ്ലാക്ക് കളറിലാണ്. 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. പിന്നെ ഇതാണ് സീറ്റിൻ്റെ ബാക്കിൽ നമുക്ക് ചാർജിങ് പോർട്ട് 12 വാട്ടിൻ്റെ ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. പക്ഷേ റിയർ AC വെൻ്റ് വരുന്നില്ല. കണ്ട ഗൈസ്, 12 വാട്ടിൻ്റെ ചാർജിങ് പോർട്ടും ഒരു ഫോണൊക്കെ ഉള്ള ഏരിയ ആണ്. ഫ്രണ്ടിൽ ആംബ്രസ്റ്റ് വരുന്നില്ല. ഇതാണ് സീറ്റ്. നമുക്ക് ബാക്കിൽ തന്നെ അഡ്ജസ്റ്റബിൾ അഡ്ജസ്റ്റും 60-40 സ്പ്ലിറ്റ് സീറ്റുമാണ് വരുന്നത്. അത്യാവശ്യം നല്ല തൈ സപ്പോർട്ടായാലും ഹെഡിനൊക്കെ നല്ല ലെഗ് സ്പേസ് ആയാലും ഹെഡ് സ്പേസ് ആയാലും നല്ലോണം ഉണ്ട്. തൈ സപ്പോർട്ടും നല്ലോണം ഉണ്ട്. നല്ല കുഷനി സീറ്റാണ്. ഇതാണ് ഡ്രൈവർ സൈഡിലെ ഡോറ്. നമുക്ക് മിറർ നമ്മൾ കൈകൊണ്ട് വേണം, ഗ്ലാസ് തുറന്നിട്ട് കൈകൊണ്ട് വേണം അഡ്ജസ്റ്റ് ചെയ്യാൻ. മിറർ അഡ്ജസ്റ്റ് ഈ ഡോറിൻ്റെ അടുത്ത് നോബിലും വരുന്നില്ല, ഇലക്ട്രോണിക് ആയിട്ടും വരുന്നില്ല. 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. പിന്നെ പവർ വിൻഡോ ലോക്കും സാധാ ലോക്കും വരുന്നുണ്ട്. ഒരു ബോട്ടിൽ ഹോൾഡറും ഫയൽ ഹോൾഡർ പോലത്തെ ഇതും വരുന്നുണ്ട്. സ്പീക്കറൊന്നും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഓപ്ഷൻ വരുന്നുണ്ട് ഫ്രണ്ടിലെ ഡോറിലും ബാക്കിലെ ഡോറിലും. ഞാൻ പറഞ്ഞു ഇവിടെ കൈ വെക്കുന്നിടത്തിലൊക്കെ ഒരു നല്ല മെറ്റീരിയൽ ഫിനിഷാണ്. പിന്നെ ബ്ലൂ ആൻഡ് ബ്ലാക്ക് ഫിനിഷിലാണ്. പിന്നെ നമുക്ക് ഇവിടെ തന്നെ നിന്ന് നോക്കിയാൽ കാണാം AC വെൻ്റ് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ താഴെ ട്രാക്ഷൻ കൺട്രോളിൻ്റെയും ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പും പിന്നെ നമുക്ക് ലൈറ്റ് അഡ്ജസ്റ്റും പിന്നെ അതിൻ്റെ ഏറ്റവും താഴെ നമുക്ക് ബോണറ്റ് ഓപ്പണിങ്ങും പിന്നെ ഫ്യൂൽ ടാങ്ക് ഓപ്പണിങ്ങും വരുന്നുണ്ട്. ഇവിടെ നോക്കി ഞങ്ങൾക്ക് കൃത്യം കാണാൻ പറ്റും. ഇവിടെ തന്നെ കുറച്ച് കാര്യം പറയാം. ഹാംറസ്റ്റ്
വരുന്നില്ല. ഹാൻഡ് ബ്രേക്കും ഗിയർ നോബും ഇവിടുന്ന് കാണാം. പിന്നെ ഞാൻ പറഞ്ഞ ട്രാക്ഷൻ കൺട്രോളിൻ്റെ ഐഡിയൽ സ്റ്റാർട്ട് ടോപ്പും ലൈറ്റ് അഡ്ജസ്റ്റും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ട്രാക്ഷൻ കൺട്രോൾ, പിന്നെ ബോണറ്റ് ഓപ്പണിങ്ങും ബൂട്ട് ഓപ്പണിംഗ് ആണോ ബോണറ്റ് ഓപ്പണിംഗ് ആണോ, ബോണറ്റിൻ്റെ ആയിരിക്കും ഗൈസ്. കാരണം ബൂട്ടൊക്കെ സെൻസറിലല്ലേ, മാഗ്നറ്റിക് അല്ലേ. ബോണറ്റ് ഓപ്പണിങ്ങും ഫ്യൂൽ ടാങ്ക് ഓപ്പണിങ്ങും മാനുവൽ മാത്രമേ വരുന്നുള്ളൂ പറഞ്ഞു. കീ ഇടുന്ന ഹോൾ വരുന്ന കാണാം. പിന്നെ ഫുൾ ഓപ്ഷനിലെ സെയിം ഡാഷ്ബോർഡ് ഡിസൈനാണ്. സീറ്റ് ഉണ്ടല്ലോ, ഹൈറ്റ് അഡ്ജസ്റ്റ് ഒന്നും വരുന്നില്ല സീറ്റിൽ, പക്ഷേ നല്ല കുഷനിങ് ആയിട്ടുള്ള നല്ല തൈ സപ്പോർട്ട് കിട്ടുന്ന സീറ്റാണ്. ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ്. ഇതാണ് ഫുൾ ഇൻറ്റീരിയൽ ഡിസൈൻ ഫ്രണ്ടിൽ. പിന്നെ സീറ്റ് ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ നമുക്ക് മേലെ നോക്കുമ്പോൾ സൺവൈസറിൽ നമുക്ക് ടിക്കറ്റ് ഹോൾഡർ പോലും വരുന്നില്ല. പിന്നെ നോർമൽ IR വെയിൻസ് ആണ്. പിന്നെ അതിൻ്റെ താഴോട്ട് വരുമ്പോൾ ഡാഷ്ബോർഡിൻ്റെ തീം ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഇൻഫോടൈം സിസ്റ്റം വരുന്നില്ല. അതിൻ്റെ താഴെ ഹസാർഡ് ലൈറ്റിൻ്റെ സ്വിച്ചും ഓട്ടോമാറ്റിക് AC പിന്നെ അതിൻ്റെ താഴെ 12 വാൾട്ടിൻ്റെ ചാർജിങ് പോർട്ടും അതിൻ്റെ താഴെ ഫോൺ വെക്കാനുള്ളൊരു സ്ഥലവും പിന്നെ കപ്പ് ഹോൾഡർ 2 കപ്പ് ഹോൾഡർ വരുന്നുണ്ട് ഗിയർ നോബിൻ്റെ മുമ്പേ. പിന്നെ ഗിയർ നോബ്, ഹാംറസ്റ്റ്, പിന്നെ ഹാൻഡ് ബ്രേക്ക്, പിന്നെ എന്താണ് നമ്മളെ കൈ വെക്കുന്ന ഇത് വരുന്നില്ല. അതിന് പകരം നമുക്ക് ഒരു കുറച്ച് സ്പേസ് അവിടെ വരുന്നുണ്ട്. ഓക്കെ, സീറ്റിൻ്റെ ഇതിങ്ങനെയാണ്. പിന്നെ സ്റ്റീറിങ്ങിൻ്റെ ഇപ്പം ഇതാണ് നിലവിൽ ലുക്ക് വരിക. പിന്നെ നമുക്ക് ലൈറ്റ് ഇവിടെ വരുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ലൈറ്റ് ഈ സൺവൈസറിൻ്റെ നടുക്ക് ലൈറ്റ് വരാറുണ്ട്, പക്ഷെ ലൈറ്റ് വരുന്നില്ല. ലൈറ്റ് നമുക്ക് സെൻട്രൽ ലൈറ്റ് ആയിട്ടാണ് വരിക. സെൻട്രലിൽ നമുക്ക് ലൈറ്റ് കിട്ടും. ഇങ്ങനെയാണ് ഒരു സ്പീഡോമീറ്ററും RPM മീറ്ററും ഫ്യൂൽ ടാങ്കിൻ്റെയും പിന്നെ ട്രിപ്പ് A ട്രിപ്പ് B അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളെ വരുന്നുള്ളൂ. സ്റ്റീറിങ്ങിലേക്ക് വരുമ്പോൾ നോർമലാണ്, സുസുക്കിൻ്റെ ലോഗോവും പിന്നെ ഫുൾ മാറ്റ് ബ്ലാക്ക് ഫിനിഷിലുള്ള ലെതർ സ്റ്റിയറിംഗ് ഒന്നുമല്ല, നോർമൽ ടൈപ്പ് സ്റ്റിയറിംഗ് ആണ്. പിന്നെ വലത് സൈഡിൽ ഇൻഡിക്കേറ്ററും ലൈറ്റിൻ്റെതും, പിന്നെ ഇടത് സൈഡിൽ നമുക്ക് വൈപ്പറിൻ്റെ കൺട്രോൾസുമാണ്. ഇതൊക്കെയാണ് ഗൈസ് വരുന്നത്. ഇപ്പോൾ ഞാൻ റേറ്റ് പറഞ്ഞല്ലോ 7,10,000 മുതൽ ഒരു 40,000 ഒക്കെ അടുത്താണ് വരിക. കൃത്യ എമൗണ്ട് കിട്ടിയില്ല. പിന്നെ CNG വരുന്നുണ്ടെന്നാണ് അറിവ്. പിന്നെ വരുന്നില്ലെങ്കിൽ വരുന്നുണ്ടാവും അല്ലേ, വരുന്നുണ്ട്. 1,00,000 ഒരു ഡിഫറൻസ് ആണ് വരുന്നത്. എന്തായാലും ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ്, ഗ്രൗണ്ട് ക്ലിയറൻസ്, CC, എത്ര ബൂട്ട് സ്പേസ് ഉണ്ടെന്നൊക്കെ ഇപ്പോൾ കൊടുക്കാം. ഡയമെൻഷൻസ് ആൻഡ് കപ്പാസിറ്റി. നീളം ലെങ്ത് 3990 മില്ലിമീറ്റർ. ഉയരം ഹൈറ്റ് 1500 മില്ലിമീറ്റർ. ഗ്രൗണ്ട് ക്ലിയറൻസ് 163 മില്ലിമീറ്റർ. ബൂട്ട് സ്പേസ് 318 ലിറ്റർ. ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി 37 ലിറ്റേഴ്സ്. ഭാരം കർവ് വെയിറ്റ് 920 കിലോഗ്രാം. എഞ്ചിൻ വിവരങ്ങൾ, എഞ്ചിൻ പെർഫോമൻസ്, എഞ്ചിൻ CC, എഞ്ചിൻ ഡിസ്പ്ലേസ്മെന്റ് 1197 ക്യൂബിക് സെന്റിമീറ്റർ, 1.2 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിൻ. എഞ്ചിൻ പവർ മാക്സ് പവർ 88.50 bhp അറ്റ് മിനിറ്റിൽ 6000 റെവല്യൂഷൻ. എഞ്ചിൻ ടോർക്ക് മാക്സ് ടോർക്ക് 113 ന്യൂട്ടൺ മീറ്റർ അറ്റ് മിനിറ്റിൽ 4400 റെവല്യൂഷൻ. ബലേനോയെക്കുറിച്ച്